ഇസ്രായേലികളാകുന്ന ഒരാളെയെങ്കിലും ഈ സമയം വരെയും ഹമാസ് തീവ്രവാദിയോ പണ്ടാരോ എന്തോ ആകട്ടെ, പക്ഷെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ തട്ടിക്കൊണ്ടുപോയ ഒരൊറ്റ ഇസ്രായേലിയെങ്കിലും ഇന്ന് വരെ ഒരൊറ്റ ഇസ്രായേലിയെങ്കിലും ഇന്ന് ഈ ഹമാസ് കൊന്നിട്ടുണ്ടോ? ഒരു 45 കിലോമീറ്റർ നീളം, ഒരു 12 കിലോമീറ്റർ ശരാശരി വീതി, അങ്ങനെയുള്ള ഒരു കൊച്ചു തുരുത്ത് ലോകത്തുനിന്ന് എവിടെ എന്ത് സംഭവിക്കുന്നു, എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ആധുനിക സർവ്വ സംവിധാനങ്ങളുമുള്ള ഇസ്രായേല് ഇതിനകത്തേക്ക് തന്റെ രാജ്യത്തുനിന്ന് കൊണ്ടുപോയ ആളുകളെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഇവിടെ എല്ലാം സൃഷ്ടാവിന്റെ വ്യക്തമായ ഒരു സഹായം ഈ ഫലസ്തീനികൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ ബോധ്യപ്പെടുന്നത്. ഒരിക്കലും കാണാൻ കഴിയാതെ കടൽ വെള്ളം കയറ്റി കൊല്ലാമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും അവരെല്ലാം അത് പിന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരൊറ്റ ഇസ്രായേലികളെയും കൊല്ലാതെ ഇസ്രായേൽ തടവുകാരെ സുരക്ഷിതമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ യഥാർത്ഥത്തിൽ ഇന്ന് സർവശക്തനായ തമ്പുരാൻ അവരുടെ ഭാഗത്തുണ്ട്, അവർക്ക് വ്യക്തമായ സഹായം കൊടുക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. 1 ലക്ഷത്തിലേറെ മനുഷ്യർ മരണപ്പെട്ടപ്പോൾ അതിനേക്കാളേറെ മനുഷ്യരെ കൊണ്ടുവന്ന് അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും കുലുങ്ങാതെ പതറാതെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അപ്പൊ നാളെ അന്താരാഷ്ട്ര കോടതിയുടെ വിധി വരാൻ പോവുകയാണ്. ഇവർ ഈ കാണിക്കുന്ന വംശഹത്യാണോ മനുഷ്യരെ കൊല്ലലാണോ? അങ്ങനെയൊക്കെ വരുന്ന ഒരു കാര്യം വളരെ അപൂർവമാണ്. നാളെ ഇപ്പോ എന്താ വിധി വരുന്നതെന്ന് അറിയില്ലല്ലോ. നാളെ ഒരു വിധി വരാൻ പോവുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചോ ജയവും തോൽവിയൊന്നും പ്രശ്നമല്ല. 1913 മുതൽ 918 വരെ നടന്ന ലോകമഹായുദ്ധത്തിൻ്റെ ശേഷം ഈ ആകാശത്തിൻ്റെ താഴെ ഒരു തരി മണ്ണുപോലുമില്ലാതെ അലഞ്ഞു നടന്ന ഒരു വിഭാഗമാണ് യഹൂദ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ. അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടകൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ലോകത്ത് പല മതഗ്രന്ഥങ്ങളുമുണ്ട്. ഖുർആനുണ്ട്, ബൈബിളുണ്ട്, രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്. എന്നാൽ യഹൂദൻ്റെ മതഗ്രന്ഥമാണ് തൽമൂദ്. ഈ ഇതര മതഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഇതിൽ പ്രതിപാദിക്കുന്ന ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡാണ് അവരിന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തക്കം കിട്ടിയാൽ എല്ലാത്തിനെയും കൊന്നുകൊണ്ട് അവരുടെ സർവസ്വവും കസ്റ്റഡിയിലാക്കുക. അഷദ്ദുന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ് എന്ന് ഖുർആൻ പരാമർശിക്കുന്നു. ലോകത്തെ ഏറ്റവും നിഷേധികളും അക്രമികളും ദുഷ്ടന്മാരുമാകുന്ന ജനവിഭാഗമാണ് യഹൂദന്മാർ. ഇപ്പോൾ ഈ 918 ശേഷം ലോകമെമ്പാടും ഇവർ അലഞ്ഞു നടക്കുമ്പോൾ അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടൻ വന്നത് നേരെ മെഡിറ്ററേനിയൻ്റെ കിഴക്ക് വശത്തുള്ള ഫലസ്തീനിലേക്കാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയിലേക്കോ ജർമ്മനിയിലേക്കോ ബ്രിട്ടനിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഈ യഹൂദന്മാരുടെ വിഷയവുമായി ലോകരാഷ്ട്ര നേതാക്കന്മാർ പോകാതിരുന്നത്? ഇത് നമ്മ ഇന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തിന് ഇസ്ലാമോഫോബിയ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾ കലാപകാരികളും അക്രമികളുമാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ഘാടനം സൂചിപ്പിച്ചാൽ എന്നൊരു മതത്തിൻ്റെ ശൈലിയിൽ ഈ കൊലപാതകങ്ങൾ തിരിഞ്ഞിരിക്കുന്ന കാലമാണ്. ആട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാതിരുന്നത്? ഇത് ഈ മെഡിറ്ററേനിയൻ്റെ കിഴക്ക് വശത്തുള്ള മുസ്ലിം രാജ്യങ്ങൾ, അതായത് മുസ്ലിങ്ങൾ ഏറെക്കുറെ 95% തിങ്ങി താമസിക്കുന്ന ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഈ ഫലസ്തീനിൻ്റെ അരികിൽ കൊണ്ടുവന്ന് ഇവർക്ക് ഇവിടെ മണ്ണ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണ്? ഇത് ശരിക്കും പരിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ നീക്കിയത്. ഫലസ്തീനികളെ ചിലർ കുറ്റം പറയുന്ന കേൾക്കാം. എന്തിനാണ് ഫലസ്തീനി ഈ ഇസ്രായേലിന് അവിടെ ഇടം കൊടുത്തത്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഖുർആനാണ്. അപ്പോൾ ഖുർആൻ അടിസ്ഥാനമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മുസ്ലിമാണോ അമുസ്ലിമാണോ അങ്ങനെയാണ്. ശരിക്കും ഖുർആന്റെ ഭാഷ ഏതാണ്? ഇന്നഹദും മിനൽ മുശ്രിക്കീന. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധകർ എന്നാണ് അർത്ഥം.
ഏക ഇലാഹിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമൂഹം എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ മുശ്രിക്ക് എന്ന് പറയുമ്പോൾ ബഹുദൈവങ്ങളിൽ എന്ന് പറഞ്ഞാൽ പലരെയും ആരാധനാ മൂർത്തികളാക്കി ആ ശൈലിയിൽ ദൈവത്തിലേക്ക് എത്തുന്ന വഴി ആ രീതിയിൽ ആരാധന നടത്തുന്നവർക്കാണ് മുശ്രിക്ക് എന്ന് പറയാം. അതേ ഭാഷയാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജ്റുഹു. ഒരു മുശ്രിക്കായ മനുഷ്യൻ, ഞാൻ ആ ഭാഷ തന്നെ നിങ്ങളോട് പറയാണ്, ഒരു മുശ്രിക്കായ വ്യക്തി നിങ്ങളുടെ അടുക്കൽ അഭയം തേടി വന്നാൽ ഫഅജ്റുഹു. നീ മുസ്ലിം അല്ല, അതുകൊണ്ട് എൻ്റെ രാജ്യത്ത് എൻ്റെ വീട്ടിൽ നിനക്ക് അഭയമില്ല, നിനക്ക് ഇവിടെ താമസത്തിന് സ്ഥലമില്ല എന്ന് പറയാനേ പാടില്ല. മുസ്ലിമോ അമുസ്ലിമോ അല്ല വിഷയം. അതിന് പ്രത്യേകം ഖുർആൻ ഈ ഭാഷ എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു മുശ്രിക്കായ മനുഷ്യൻ, അവർക്ക് വേറെ എങ്ങും താമസിക്കാൻ ഇടമില്ല, നിന്റെ അടുക്കൽ അവൻ അഭയം തേടി വന്നാൽ ഒന്ന് താരണേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഫഅജ്റുഹു. സൂറത്ത് തൗബയുടെ 6-ാമത്തെ ആയത്താണ് ഞാൻ ഈ വായിക്കുന്നത്. നീ അവർക്ക് അഭയം കൊടുക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഫലസ്തീനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് താമസിക്കാം, ഞങ്ങളുടെ ഓരത്ത് നിങ്ങൾക്ക് കിടക്കാം. മറ്റുള്ളവരാരും തയ്യാറായില്ല. തയ്യാറാകാൻ ബുദ്ധിമുട്ടാണെന്ന് അന്നത്തെ രാഷ്ട്ര നേതാക്കന്മാർക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇവിടെ വന്നു അവർക്ക് അഭയം കൊടുത്തതിന്റെ ശേഷം അഭയം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അവരെ ആട്ടിയോടിക്കാൻ തുടങ്ങി. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മൗലവി സാഹിബ് അങ്ങനെയൊക്കെ ചോദിക്കുക, മുസ്ലിയാരെ അങ്ങനെയൊക്കെ ചോദിക്കുക, നിങ്ങൾ ഈ ഒക്ടോബർ 7 മറന്നുപോയോ? ഇതാ ചോദ്യം. ഒക്ടോബർ 7 മറന്നുപോയോ? ഒക്ടോബർ 7 എന്താണ് ഉണ്ടായത്? ഒക്ടോബറിൽ 7 എന്താണ് ഉണ്ടായത്? ശരിക്കും ചരിത്രം അറിയാത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നതെടുത്ത് വിലയിരുത്തുന്ന വിഭാഗം നോക്കുമ്പോൾ ഒക്ടോബർ 7 ഫലസ്തീനികളിൽപ്പെട്ട ഒരു വിഭാഗം ഇസ്രായേലിലേക്ക് എരച്ചു കയറി. അവരുടെ സർവ്വ അതിർത്തികളും ഭേദിച്ച് സർവസ്വവും തകർത്ത് അകത്തേക്ക് കയറി ഒരു 10-200 എണ്ണത്തിന് അങ്ങ് പിടിച്ചുകൊണ്ടുപോയി. ഇതല്ലേ ഇസ്രായേൽ നിങ്ങളെ കശാപ്പിക്കാൻ കാരണം? നമ്മുടെ രാജ്യത്തേക്ക് ഒരാൾ കയറി ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമം സ്വാഭാവികമാണ്. അതാണ് ഇപ്പോൾ ഫലസ്തീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണോ? 3/4 നൂറ്റാണ്ട് കാലം ബഹുമാന്യനായ ഉദ്ഘാടകൻ CR നീലകണ്ഠൻ സൂചിപ്പിച്ചതുപോലെ അതൊന്നും അദ്ദേഹം ചുമ്മാ എടുത്തു പറയുന്നതല്ല. ഇത് 3/4 നൂറ്റാണ്ട് കാലം താൻ ജനിച്ചതായ നാട്ടിൽ താൻ കെട്ടിയുണ്ടാക്കിയ കൂരയിൽ താൻ ചെയ്തുണ്ടാക്കിയ കൃഷിയിൽ ആദായമെടുക്കാനോ കിടക്കാനോ അനുവദിക്കാതെ അക്രമമായി കയറി ഓടിച്ചു വിടുന്ന അവസ്ഥ. അങ്ങനെ തന്നെയല്ലേ? ഞാൻ ഈ അടുത്ത ഫലസ്തീനിൽ യാത്ര പോയപ്പോഴേ ഞങ്ങളിങ്ങനെ അവിടെ ചാവുകടൽ സന്ദർശനവുമായിട്ട് അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോ ഞങ്ങളെ കണ്ടപ്പോ ഒരു പറ്റം ആളുകൾ ഓടി വന്നിട്ട് അവർ ചോദിക്കുന്നതാണ്, നിങ്ങൾ കേരളക്കാരല്ലേ? നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി നിങ്ങൾ കേരളക്കാരല്ലേ? മലയാളത്തിലെ ചോദിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. അത് ഞങ്ങൾ കേരളക്കാരാണ്. നിങ്ങളാരാണ്? ഞങ്ങൾ ചേന്ദമംഗലത്ത്. അറിയോ ചേന്ദമംഗലം? പിന്നെ മട്ടാഞ്ചേരി അറിയോ? പിന്നെ ഇത് ചേന്ദമംഗലത്തുള്ള ആളാണ്. ഇതവിടെ യാഥാർത്ഥ്യം അതാണ്. ആരും ഇസ്രായേലികളല്ല. ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് ഈ മതവിഭാഗങ്ങളുണ്ടോ അവരെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് രാജ്യം ഉണ്ടാക്കുകയാണ്. അങ്ങനെയാ. അല്ലാണ്ട് സ്വന്തം കിടക്കുന്ന രാജ്യത്ത് സ്വസ്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, ശരിക്കും ഒരു മതരാഷ്ട്രം ഉണ്ടാക്കിയാണ്. ഒരു മതരാഷ്ട്രം ഉണ്ടാക്കലാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഈ നിലയ്ക്ക് കിടക്കുന്നവരെ എല്ലാം ആട്ടി ഓടിച്ച് അവരുടെ സ്വത്തെല്ലാം ആക്രമിച്ച് ഒരൊറ്റ പത്രമെങ്കിലും 50 കൊല്ലമായി ദിനപത്രം വായിക്കുന്ന അദ്ദേഹം, ഞാനും ഏറെക്കുറെ, കാരണം ഞാൻ ഇന്ന് 65 വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്, ഏറെക്കുറെ ഞാൻ ഓർമ്മ വെച്ചവരെ ഞാനും പത്രം വായിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു വല്ല പൊളിവാക്കും ഉണ്ടോ? ഏത് ഡെയിലി ദിനപത്രത്തിലാണ് എടുത്ത് ഫലസ്തീനിയെ കശാപ്പ് ചെയ്തു, ഫലസ്തീൻ എത്ര ആയിരക്കണക്കിന് മനുഷ്യരെ ചുമ്മാ കൊണ്ടുപോയി ജയിലിനകത്താക്കിയിരിക്കുന്നത്. അവർ ചുമ്മാ വന്ന് പിടിച്ചോണ്ട് പോയതല്ല, തീർന്നുകൊണ്ടത്തിന് വെറുതെ പിടിച്ചോണ്ട് പോയതല്ല. ഞങ്ങളുടെ നിരപരാധികളാകുന്ന ആളുകളെ നിങ്ങൾ തടവറയിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരെ കൂടി വിടണം. അവരുടെ ഡിമാൻഡ് അതൊക്കെയാണ്. ഇപ്പോഴും അവർ പറയുന്ന ഡിമാൻഡ് അതാണ്. അവരെ കൂടി വിടണം. അതിന് ഞങ്ങൾ നിങ്ങളുടെ കുറെ ആളുകളെ കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിഷ്പക്ഷമായി ചിന്തിക്കുക. ഇനി ഒരു മുസ്ലിം അമുസ്ലിം സംഘർഷം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ഈ പിടിച്ചോണ്ട് പോയ ഇസ്രായേലികളാകുന്ന ഒരാളെങ്കിലും ഈ സമയം വരെയും ഹമാസ് തീവ്രവാദിയോ പണ്ടാരോ എന്തോ ആകട്ടെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജനിച്ച മണ്ണിൽ കിടക്കാൻ വേണ്ടി
പട പോരുന്നവർ ആരായാലും അവരെന്തെങ്കിലും ആവട്ടെ, എന്ത് പേരെങ്കിലും ഇട്, മര്യാദക്കാരെന്നോ നിരപരാധികളെന്നോ അല്ലെങ്കിൽ രാജ്യത്തിന് പോരാടുന്നോ അല്ലെങ്കിൽ തീവ്രവാദികളോ ക്രൂരന്മാരെന്നോ എന്തെങ്കിലും ഇട്. പക്ഷെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഈ തട്ടിക്കൊണ്ടുപോയ ഒരൊറ്റ ഇസ്രായേലിയെങ്കിലും ഇന്ന് വരെ ഒരൊറ്റ ഇസ്രായേലിയെങ്കിലും ഇന്ന് ഈ ഹമാസ് കൊന്നിട്ടുണ്ടോ? അടുത്ത് ആവശ്യപ്പെട്ടു മരുന്ന് വേണം, ഞങ്ങൾ ഈ തട്ടിക്കൊണ്ടുവന്നവരെ അകത്തിട്ടിരിക്കുക, അവിടെ മരുന്ന് കിട്ടാനില്ല. അപ്പൊ അവരെന്താ പറഞ്ഞ, ഞങ്ങൾ ഇന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്, അവർ പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് മരുന്ന് തരാമെന്നാണ്. ആ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. ഈജിപ്തുമായി ബന്ധപ്പെട്ട് മരുന്ന് തന്നാൽ അവിടെ നെതന്യാഹു അങ്ങ് അടിയറ വെച്ചു. നെതന്യാഹു പറഞ്ഞു ശരി ഈജിപ്റ്റ് വഴിയായിട്ട് മരുന്ന് തരാം. പറഞ്ഞ മണിക്കൂർ എത്തുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ഇറങ്ങി, മരുന്ന് അവിടെ വന്നു. എന്തിനാണ്? തടവറയിൽ കിടക്കുന്ന ആളുകൾക്ക് ചികിത്സ കിട്ടണം. യഥാർത്ഥത്തിൽ ഒരൊറ്റ മനുഷ്യനെയും കൊന്നിട്ടില്ലെങ്കിൽ ഇന്നും അതാ പറയുന്നത്, നിഷ്പക്ഷമായിട്ട് ചരിത്രമൊക്കെ എങ്ങനെ നിൽക്കട്ടെ, ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും മുസ്ലിങ്ങൾ ഞാൻ നമ്മുടെ ജർമ്മൻ പണ്ഡിതൻ, അദ്ദേഹം ജർമ്മനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് തോമസ് മുള്ളർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തോമസ് മുള്ളർ അദ്ദേഹത്തിനോട് ഒരിക്കലും ചോദ്യം ചോദിച്ചത്, ഞാൻ ഇങ്ങനെ സാധാരണ ഇങ്ങനെ നോട്ടുകൾ നോക്കാറില്ലെങ്കിലും ഞാൻ ഇങ്ങനെ പോകുന്ന ഇതിങ്ങനെ ഇത് കണ്ട് ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു, ഇസ്ലാം ഭീകരതയാണോ? യഥാർത്ഥത്തിൽ ഇന്ന് ഈ ചില ആളുകളുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന സംസാരങ്ങളും ശൈലികളുമാണ്. ഇത് നിങ്ങൾ വലിയ കൊള്ളക്കാരല്ലേ, ക്രൂരന്മാരല്ലേ, ഇസ്ലാം ഭീകരതയാണോ? ഒരൊറ്റ ചോദ്യം അദ്ദേഹത്തിനോട്. അദ്ദേഹം ഒരു നീണ്ട മറുപടി അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. ഒന്നാം ലോക മഹായുദ്ധം അത് മുസ്ലിങ്ങളാണോ കൊണ്ടുവന്നത്? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധം അത് മുസ്ലിങ്ങളാണോ കൊണ്ടുവന്നത്? അതുപോലെ ഹിരോഷിമയില് നാഗാസാക്കിയില് ഇവിടെയെല്ലാം ആറ്റം ബോംബിട്ടത് മുസ്ലിങ്ങളാണോ? 20 മില്യൺ മനുഷ്യന്മാരെ ആസ്ട്രേലിയയിൽ കൊന്നു, അത് മുസ്ലിങ്ങളാണോ? ഞാൻ ഏതെങ്കിലും മതത്തിനെ പുകഴ്ത്തുന്നതിനോ ഏതെങ്കിലും മതത്തിനെ ഇകഴ്ത്തുന്നതിനോ പറയുന്നതല്ല. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു മതശൈലിയിലേക്ക് പോരാട്ടത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ എത്രയോ തകർത്തു, ജനങ്ങളെ എത്രയോ തകർത്തു. യഥാർത്ഥത്തിൽ ഈ ആളുകളെ തട്ടിക്കൊണ്ടുപോയതിന് ഇസ്രായേൽ ചെയ്യേണ്ടത് എന്താണ്? ഹമാസുമായിട്ടല്ലേ ഏറ്റുമുട്ടേണ്ടത്? യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ഏറ്റുമുട്ടൽ ആരോടാണ്? സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്. സ്കൂളുകളിലേക്ക് അരച്ചു കയറുകയാണ്, കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്യാണ്. മതസ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കശാപ്പ് ചെയ്യാണ്. ഹോസ്പിറ്റലിൽ തല പൊട്ടി, കൈ ഒടിഞ്ഞ്, കാല് മുറുങ്ങി, ശ്വാസം കിട്ടാൻ നിവൃത്തിയില്ലാതെ ഓക്സിജന് വേണ്ടി ഓടി വരുന്നതായ ജനങ്ങളെ കശാപ്പ് ചെയ്യാണ്. നിരപരാധികൾ വീടിന്റെ ഉള്ളിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുമ്പോൾ പ്രത്യേകം അനൗൺസ് ചെയ്യാണ്, ഈ കെട്ടിട സമൂഹം മൊത്തം തകർക്കാൻ പോവുകയാണ്, ഈ സമുച്ചയം മൊത്തം തകർക്കാൻ പോവുകയാണ്, വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ മിസൈൽ വിടലായി, ടാങ്ക് കയറലായി, തകർക്കലായി. 10,000 പിടിച്ചോണ്ട് പോവല്ലേ? 10,000 ഇന്നും പിടിച്ചോണ്ട് പോവല്ലേ? 1,00,000 കഴിഞ്ഞു. ഇപ്പോ 1,00,000 കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ എതിരിൽ ഹമാസ് എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു ഇസ്രായേലി അവർ വന്നിട്ടുണ്ടോ? അവർ കൊണ്ടത് പട്ടാളക്കാരെ തക്കം കിട്ടിയാൽ കൊല്ലും. പട്ടാളക്കാരെ, ഇസ്രായേലി പട്ടാളക്കാരെ തക്കം കിട്ടിയാൽ കയ്യും കാലും വെട്ടി. ധാരാളം ആളുകളെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ, പത്രത്തിൽ നമ്മളൊക്കെ ഇത് അറിയുന്നതാണ്, ധാരാളം പട്ടാളക്കാരെ, ഇസ്രായേലി പട്ടാളക്കാരെ കൊല്ലുന്നതിന് പകരം അവരെ കയ്യും കാലും കണ്ടിച്ചു വിടുകയാണ്. കാരണം എന്താ? അവരെ കാണട്ടെ മറ്റുള്ളവര്, അവരെ മരിച്ചുപോയാൽ പിന്നെ അറിയില്ല, അവരെ കാണട്ടെ മറ്റ് ഇസ്രായേലികളെ. ഈ ഹമാസ് അല്ലെങ്കിൽ ഈ ഫലസ്തീനിയെ ഒക്കെ ആക്രമിക്കാൻ ചെന്നാൽ ഫലം ഇതാണെന്ന് അവർ അറിയട്ടെ, ആ നിലയ്ക്ക് കാണിച്ചു വിടുകയാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചത്, തോമസ് മുള്ളർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോ കാലഘട്ടത്തിലുമുണ്ടായ കശാപ്പുകളെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ എടുത്തു. വടക്കൻ അമേരിക്കയിൽ 100 മില്യൺ മനുഷ്യന്മാരെ കൊന്നു കളഞ്ഞു. മുസ്ലിങ്ങളാണോ കൊന്ന്? മൂപ്പരുടെ ചോദ്യം ഇതാണ്. ഞാൻ ചോദിക്കുന്നല്ല, ഞാൻ ചോദിക്കുമ്പോൾ ഇതിന് ശൈലി മാറും. ഇത് ജർമ്മൻ പണ്ഡിതനാകുന്ന തോമസ് മുള്ളർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെയൊക്കെ നമ്മളുടെയൊക്കെ പുസ്തകങ്ങളിലും വാർത്താമാധ്യമങ്ങളിലൊക്കെ ഇത് വരാറുള്ള വിഷയങ്ങളാണ്. അദ്ദേഹം ഇങ്ങനെ എണ്ണി ചോദിക്കുകയാണ്. അതുപോലെ തെക്കേ അമേരിക്കയിൽ 50 മില്യൺ മനുഷ്യന്മാരെ കൊന്നു.
മുസ്ലിങ്ങളാണോ? ആഫ്രിക്കയിലെ 180 മില്യൺ റൂമികളാകുന്ന അടിമകളെ 180 മില്യൺ. ഹിരോഷിമയില്, നാഗാസാക്കിയില് ഇവിടെയെല്ലാം ആറ്റം ബോംബിട്ടത് മുസ്ലിങ്ങളാണോ? ഈ ഏത് ചോദ്യത്തിന്റെ മറുപടി ഇദ്ദേഹം ചോദിക്കുന്നത്? മുസ്ലിങ്ങൾ തീവ്രവാദികളാണോ? അതാണ് ചോദ്യം. ഭീകരവാദികളാണോ? അതിന് അദ്ദേഹം ചോദിക്കുന്ന മറുചോദ്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ നേരത്തെ ഇവിടെ ബഹുമാന്യനായ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഹിറ്റ്ലർ 60 ലക്ഷം മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു. അദ്ദേഹം സൂചിപ്പിച്ചുള്ളൂ 60 ലക്ഷം മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു. ഹിറ്റ്ലർ മുസ്ലിമാണോ? അതുപോലെ ഇസബെല്ല 2 ലക്ഷം മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു. അദ്ദേഹം കത്തോലിക്കനാ? അദ്ദേഹം മുസ്ലിമാണ്. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇത്. നെപ്പോളിയൻ 4 ലക്ഷം മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു. അദ്ദേഹം മുസ്ലിമാണോ? അതുപോലെ പോൾപുട്ട്, അതുപോലെ സ്റ്റാലിൻ, ഇങ്ങനെ കുറെ ആളുകളെ, ഇവരെല്ലാം കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു. ഇവരാരെങ്കിലും മുസ്ലിങ്ങളാണോ? അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് ഇറാഖ്, മ്യാൻമർ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങേറ്റം ഫലസ്തീൻ, ഇവിടെയെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകളഞ്ഞു. 25 ലക്ഷം മനുഷ്യരെ ഇറാഖിൽ കൊന്നുകളഞ്ഞത്. ഇത് ആരാണ് ഇതൊക്കെ കൊന്നത്? ഇതൊക്കെ മുസ്ലിങ്ങളാണോ? അതുപോലെ ഇന്ത്യയെ ആക്രമിച്ച ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളാണോ? പോർച്ചുഗീസുകാർ മുസ്ലിങ്ങളാണോ? ഡച്ചുകാർ മുസ്ലിങ്ങളാണോ? അവരെ പോലെ ഇന്ത്യയിലേക്ക് വന്നതല്ലേ അറബികൾ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇന്ത്യ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ വന്നില്ലേ? പോർച്ചുഗീസുകാർ വന്നില്ലേ? ഡച്ചുകാർ വന്നില്ലേ? അവരെല്ലാം ഈ രാജ്യം കസ്റ്റഡിയിലാക്കാനാ നോക്കിയത്. ആ സ്ഥാനത്ത് സാധുക്കളും സത്യസന്ധരുമാകുന്ന അറബികൾ വന്നിട്ടുണ്ട്. അവർ പെട്ടിക്കകത്ത് സ്വർണവും കെട്ടുകണക്കിന് നോട്ടുമായിട്ട്, റിയാലുകളുമായിട്ട് ഇവിടെ വന്ന് ഈ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി. ഇവിടുത്തെ ഇഞ്ചിയും മുളകും ഇവിടുത്തെ സുഗന്ധങ്ങളും അല്ലേ പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോവുകയാണ് അറബികൾ ചെയ്തത്. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മജിയെ കൊന്നത് മുസ്ലിമാണോ? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിമാണോ? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്നത് മുസ്ലിമാണോ? ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഈ കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇപ്പുറം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇസ്രായേലിൽ നടന്നതായ അക്രമത്തിനെ മിനിറ്റ് കൊണ്ട് അറിഞ്ഞുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങള് 3 മാസം കഴിഞ്ഞേ അറിഞ്ഞുള്ളൂ. എത്ര കറക്റ്റായ വാക്കുകൾ അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതെങ്കിലും ഒരു വാക്കിനെ തള്ളിക്കളിയാണ്ട്. നമ്മ ഇപ്പൊ ഇവിടെ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്ന നിലയ്ക്ക് ഇവിടെ കൂടാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ സൂചിപ്പിച്ചതാണ്. ഉദ്ഘാടകനും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചു തന്നെയാണ്. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യത്തിലില്ലാത്ത ഒരു നയത്തിലേക്ക് ഇന്ത്യയുടെ ആധുനിക സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നയം മഹാത്മജിയുടെ നയമാണ്, നെഹ്റുവിന്റെ നയമാണ്, ബഹുമാനപ്പെട്ട മുൻഗാമികളാവുന്ന പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരുടെ നയമാണ്. അവരൊരിക്കലും ഈ അക്രമത്തിന് അനുകൂലിച്ചവരല്ല. ഫലസ്തീനികളാവുന്ന ജനങ്ങളെ ആട്ടിയോടിക്കുന്നവന് എന്നും എതിരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ നയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ നയം മാറ്റുന്നതിൽ വലിയ അപകടമുണ്ട്, വലിയ വേദനയുണ്ട്, വിഷമമുണ്ട്. അതാ ഞാൻ ഇവിടെ ഓതി വെച്ചതായ പരിശുദ്ധ ഖുർആൻ അതാണ്. നിങ്ങൾ കാര്യങ്ങൾ മറന്നു പോകരുത്. സൃഷ്ടാവിനെ മറക്കുന്ന ഒരു ജീവിതം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നിങ്ങളെ തന്നെ സൃഷ്ടാവ് മറപ്പിച്ചു കളയും. യഥാർത്ഥത്തിൽ ഈ കോലാഹലങ്ങളെല്ലാം നടക്കുമ്പോൾ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? ആർക്കാണ് ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ശ്രദ്ധിച്ചാൽ? നിങ്ങൾ സൃഷ്ടാവിനെ മറന്നാൽ നിങ്ങളെ സൃഷ്ടാവ് മറപ്പിച്ചു കളയും. എന്നാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്തിന് നിങ്ങളിൽ നിന്ന് സൃഷ്ടാവ് മറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൃഗം പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ വന്ന ഒരു മൃഗത്തിന് ഇവിടെ കശാപ്പ് ചെയ്തിട്ടിരിക്കുന്നു. ഈ കശാപ്പ് ചെയ്തിട്ടിരിക്കുന്ന മൃഗത്തിനെ സംബന്ധിച്ച് ഈ പുല്ല് എന്ന മൃഗത്തിന് വല്ല പ്രശ്നമുണ്ടോ? അതിന് പ്രശ്നമില്ല, അത് തിന്നോണ്ടിരിക്കുന്നു. ഇതുപോലെ നീ ആകരുതേ. അവിടെ കശാപ്പ് നടക്കുകയാണെങ്കിൽ ഇവിടെയും കശാപ്പ് നടക്കുന്ന ശൈലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു. ഗോൾവാക്കർ മാതൃകയാക്കി സ്വീകരിച്ചത് ഹിറ്റ്ലറെ ആണെങ്കിൽ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന നേതാവാണ്. അപ്പൊ ആ നേതാവിനെ കൊന്നവരെ ആരാധ്യനായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ ഭരണകൂടം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തെ സംബന്ധിച്ചു എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് മന്ത്രിപ്പണി, തന്ത്രിക്ക് തന്ത്രിപ്പണി. അങ്ങനെയല്ലേ? മുൻപൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് എത്രയോ ആരാധനാലയങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും പ്രസിഡന്റുമാരോ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരോ അതിന്റെ ഉദ്ഘാടന ചടങ്ങിനകത്ത് അവിടുത്തെ ആരാധനാ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഇമാമായിട്ടോ അല്ലെങ്കിൽ ഫാദറായിട്ടോ പോയ ചരിത്രം ഇന്ത്യയിലില്ല.
ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഒരു ആരാധനാ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ തന്ത്രിയായിട്ട് പോയെന്ന് പറയുമ്പോൾ വളരെ അപകടകരമായ നിലയിലേക്ക് മതേതരത്വം എന്നത് മാറി മതാധിഷ്ഠിതം എന്നതിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഭയപ്പെടുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിന് കൊടുക്കുന്ന പിന്തുണ വലിയ അപകടമാണ്. അതുകൊണ്ട് ഇതിനകത്ത് രണ്ട് അജണ്ട വെച്ചിരിക്കുന്നത് ഐക്യദാർഢ്യ സംഗമവും പ്രാർത്ഥനാ സദസ്സും. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. യഥാർത്ഥത്തിൽ 45 കിലോമീറ്റർ നീളം വരുന്ന, നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതോടെ ഒരു കണയന്നൂർ താലൂക്ക് കറക്റ്റ് അല്ലേ? എത്രയും ഒരു ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഫലസ്തീനായിരുന്നു. ഒരു പൊട്ടുപോലെയാണ് ഇസ്രായേൽ. മുസ്ലിങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് എന്തായി? ഫലസ്തീൻ ഒരു പൊട്ടുപോലെയായി, മൊത്തം ഇസ്രായേലായി ഭൂപടത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലും യഥാർത്ഥത്തിൽ സത്യാന്വേഷകർക്കും നീതിമാന്മാർക്കും സൃഷ്ടാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മതബോധമുള്ളവർക്കുമൊക്കെ വലിയ പാഠം ഇതിനകത്തുണ്ട്. ഒരു 45 കിലോമീറ്റർ നീളം, ഒരു 12 കിലോമീറ്റർ ശരാശരി വീതി, അങ്ങനെയുള്ള ഒരു കൊച്ചു തുരുത്ത് ലോകത്തുനിന്ന് എവിടെ എന്ത് സംഭവിക്കുന്നു, എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ആധുനിക സർവ്വ സംവിധാനങ്ങളുമുള്ള ഇസ്രായേല് ഇതിനകത്തേക്ക് തന്റെ രാജ്യത്തുനിന്ന് കൊണ്ടുപോയ ആളുകളെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂണിഫോമും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറയുന്നു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ. ഇവിടെ എല്ലാം സൃഷ്ടാവിൻ്റെ വ്യക്തമായ ഒരു സഹായം ഈ ഫലസ്തീനികൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ ബോധ്യപ്പെടുന്നത്. ഒരിക്കലും കാണാൻ കഴിയാതെ കടൽ വെള്ളം കയറ്റി കൊല്ലാമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും അവരെല്ലാം അത് പിന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരൊറ്റ ഇസ്രായേലികളെയും കൊല്ലാതെ ഇസ്രായേൽ തടവുകാരെ സുരക്ഷിതമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ യഥാർത്ഥത്തിൽ ഇന്ന് സർവശക്തനായ തമ്പുരാൻ അവരുടെ ഭാഗത്തുണ്ട്, അവർക്ക് വ്യക്തമായ സഹായം കൊടുക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. 1,000 ലക്ഷത്തിലേറെ മനുഷ്യർ മരണപ്പെട്ടപ്പോൾ അതിനേക്കാളേറെ മനുഷ്യരെ കൊണ്ടുവന്ന് അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും കുലുങ്ങാതെ പതറാതെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ലാ യസാലു ഇസാബത്തുൻ മിൻ ഉമ്മത്തി യുഖാതിലൂന അലാ അബ്വാബി ദിമഷ്ക വമാ ഹൗലഹാ. അതായത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു വിഭാഗം ജനങ്ങൾ സത്യത്തിന് വേണ്ടി ഉദിച്ചുയർന്നു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അവരെങ്ങനത്തെവരാണ്? അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന, ത്വബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ലാ യദുർറുഹും ഖിദ്ലാനു മൻ ഖദലഹും വാഹിരീന അൽ ഹഖി ഇലാ യൗമിൽ ഖിയാമ. എന്തെല്ലാം ആക്ഷേപങ്ങൾ എവിടെ നിന്നെല്ലാം കേട്ടാലും, എന്തെല്ലാം ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും, എന്തെല്ലാം ഭീഷണികൾ ഉണ്ടായാലും അവരതിന് വകവെക്കാതെ ഈ അന്ത്യം വിജയം വരെയും അവരതിനകത്ത് പോരാടി നിൽക്കുമെന്ന് പ്രവാചക പ്രഭു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിലും പ്രവാചകരിലും വിശ്വസിക്കുന്ന ജനങ്ങൾ അവിടെ ഒരു അദൃശ്യമാകുന്ന ശക്തിയുടെ സഹായം, അതായത് ഞങ്ങൾ ബദർ ഉഹദൊക്കെ പറയുന്ന ആൾക്കാരാണ്, ഖന്തഖൊക്കെ പറയുന്ന ആളുകളാണ്. ഇവിടെ എല്ലാം ഏക ഇലാഹിലുള്ള വിശ്വാസത്തിൽ മാത്രമല്ല ജനിച്ച നാട്ടിൽ കിടക്കാൻ. അതാണ് ഈ ബദർ എന്ന് പറയുന്നത്. ചരിത്രം മനസ്സിലാക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തോമസ് മുള്ളർ പറഞ്ഞതുപോലെയാണ് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം. ഇവിടെ ഒന്നും നിങ്ങൾക്ക് ആർക്കും മുസ്ലിം സമൂഹത്തിൽ ഒരു കലാപകാരികളെ എവിടെയെങ്കിലും കയറി ആക്രമിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത് മദീനയുടെയും മദീനയിൽ 80 കിലോമീറ്റർ പടിഞ്ഞാറാണ്, മക്കയിൽ നിന്ന് വരുന്ന വഴിയാണ്. എന്താണ് അവിടെ ചെന്ന് ഏറ്റുമുട്ടാനുള്ള കാരണം? മദീന ആക്രമിക്കാൻ ഒരു വലിയ സംഘം വരികയാണ്. വെറും 300 ചില്ലാനും വരുന്ന ആളുകൾ 1500ഓളം വരുന്നവർ അവിടെ നിന്ന് വരുന്നത് സർവ്വസന്നാഹത്തോടെ. പക്ഷേ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ മദീനത്തേക്ക് കടത്താൻ പാടില്ല. ഒന്നുകിൽ നമ്മൾ അവിടെ വെച്ച് മരിച്ചു വീഴുക, അതല്ലെങ്കിൽ അവരെ അവിടെ തടഞ്ഞു മടക്കി വയ്ക്കുക. ഇതാണ് യുദ്ധം. യഥാർത്ഥത്തിൽ ഈ 300 ചില്ലാനും അങ്ങോട്ട് ചെല്ലുന്നത് നബിത്തങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഹാദാ ഖൗമുൻ ജിയാഉൻ വഹും ഹുഫാത്തുൻ നുറാ.
നഗ്നപാതരായി, ചെരുപ്പില്ലാത്തോണ്ടിട്ടാ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പരിശുദ്ധമാകുന്ന നോമ്പുകാലമാണ് റമദാൻ. പകൽ അന്തിയോളം സൃഷ്ടാവിന് വേണ്ടി പട്ടിണിയാണ്. രാത്രി മുഴുവൻ ഒന്നും കഴിക്കാനും കുടിക്കാനും ഇല്ലാത്തതിന്റെ ഒരു പട്ടിണിയാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഫലസ്തീനികളെ പോലെ തന്നെ അവരനുഭവിക്കുന്ന പോരാട്ടം അങ്ങനെ തന്നെയാണ്. പട്ടിണി കിടന്ന് പോരാടുകയാണ്. ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി പറഞ്ഞു, പച്ചവെള്ളം വേണമെങ്കിൽ നെതന്യാഹു കൊടുക്കണം, കറണ്ട് വേണമെങ്കിൽ. നമ്മൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു മണിക്കൂർ ഇവിടെ സപ്ലൈ കട്ടായി പോയത്, കറണ്ട് കട്ടായാലത്തെ അവസ്ഥ എന്താ? ഒരു ദിവസമില്ലാതെ, മരുന്നില്ലാതെ, വാഹനമില്ലാതെ, വെള്ളമില്ലാതെ, കിടപ്പാടമില്ലാതെ, ഈ പാരമ്പര്യം തന്നെ അവിടെ ബദറും ഇല്ല, ഒന്നുമില്ല. അതാ തങ്ങൾ പറഞ്ഞത്, ഒന്നുമില്ലാത്ത ഈ പാവങ്ങൾ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം. ഇതാണ് ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല. അവിടെ ശത്രുക്കൾ, മദീനയെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾ, അവിടെ അത് തന്നെ സംഭവിച്ചത്. മദീനയെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാൻ വന്ന് കൂടിയ സംഘം സൃഷ്ടാവിലേക്ക് കൈയുയർത്തിയിട്ട് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരാണ് അഷ്റഫുൽ ഖൽഖ്, പ്രവാചക പ്രഭു നബി മുഹമ്മദ് റസൂലുള്ളാഹി. കൈയുയർത്തി അങ്ങ് പ്രാർത്ഥിച്ചു. അതാണ് ഈ പരിപാടിയുടെ രണ്ട് അജണ്ട. അതാണ് ഐക്യദാർഢ്യം. നാളെ ഇപ്പോ എന്താ വിധി വരുന്നതെന്ന് അറിയില്ലല്ലോ. നാളെ ഒരു വിധി വരാൻ പോവുകയാണ്. എന്ത് വിധി വന്നാലും അംഗീകരിക്കില്ല എന്ന് നെതന്യാഹു അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചോ, ജയവും തോൽവിയൊന്നും പ്രശ്നമല്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ നാളെ അന്താരാഷ്ട്ര കോടതിയുടെ വിധി വരാൻ പോവുകയാണ്. ഇവര് കാണിക്കുന്ന വംശഹത്യാണോ മനുഷ്യരെ കൊല്ലലാണോ? അങ്ങനെയൊക്കെ അങ്ങ് വരുന്ന ഒരു കാര്യം വളരെ അപൂർവമാണ്. എന്തായാലും ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം ഒരു രണ്ടാമത്തെ അജണ്ട ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനാ സദസ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അവര് പിന്നെ ആറ്റം ബോംബ് കൊണ്ടുവന്നോട്ടെ, അവര് മിസൈൽ കൊണ്ടുവന്നോട്ടെ, അവര് ടാങ്ക് കൊണ്ടുവന്നോട്ടെ, അവര് പിന്നെ JCB കൊണ്ടുവന്നോട്ടെ, അവരെന്തും കൊണ്ടുവന്നോട്ടെ, നിന്റെ കയ്യിൽ ഉണ്ടാകേണ്ട ആയുധം അദ്ദുആ. നീ നാഥനോട് പറയുക, നീ നാഥനോട് പറയുക. അതിന്റെ പേരാണ് ദുആ, അതിന്റെ പേരാണ് പ്രാർത്ഥന. അതാണ് ഇതിനകത്തുള്ളൊരു പരിപാടി. ഇതൊരു വലിയ ഗൗരവമുള്ള സാധനം. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും വിട്. പക്ഷെ ഈ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കാവുന്ന നിലവാരത്തിലേക്ക് അത് അവിടെ ഒന്ന് പറയുന്നുണ്ട്. മുസ്ലിം അല്ലാത്ത ഒരാൾ അഭയം തേടി വന്നാലും നീ അഭയം കൊടുക്കണം എന്നതിന്റെ ശേഷം പറയുന്നുണ്ട്, ഹത്താ യസ്മഅ കലാം അല്ലാഹ്. നീ നിന്റെ ജീവിതത്തിന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇന്ന് മുസ്ലിം ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ച അതാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടെന്നില്ല. പ്രശസ്ത എഴുത്തുകാർ, സാഹിത്യകാരനാവുന്ന സി രാധാകൃഷ്ണൻ ഒരിക്കൽ വഞ്ചിയിൽ കയറുമ്പോൾ രണ്ട് കെട്ട് വെറ്റില ഒരു സാഹിബ്, ഒരു മുസ്ലിം സഹോദരൻ കയറ്റി വെച്ചിരിക്കുകയാണ്. ഒരു പിന്നെ രണ്ടും ഒരേ മോഡൽ വെറ്റില. അപ്പൊ ഒരു കെട്ടിന് അന്ന് കൊടുക്കേണ്ട നാണയം തന്നെ രണ്ട് കെട്ടിന് രണ്ട് നാണയം വേണ്ടി വരും. ഈ രണ്ട് കെട്ടും ശരിക്കും ഒരു കെട്ടാക്കാവുന്ന സാധനമേ ഉള്ളൂ. പക്ഷെ ഇയാൾ അത് രണ്ട് കെട്ടാക്കി വെച്ചിരിക്കുകയാണ്. അടുത്തിരുന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, രാധാകൃഷ്ണൻ ചോദിച്ചു, അല്ല സാഹിബേ, ഇത് രണ്ട് കെട്ട്, ഇത് രണ്ടും ഒരുപോലത്തെ വെറ്റിലാണല്ലോ, നിങ്ങൾ ഇത് രണ്ട് കെട്ടാക്കിയിരിക്കുന്നത്? അതെ, ഇത് ഇന്നലെ നുള്ളിയ വെറ്റില, ഇത് ഇന്നു നുള്ളിയ വെറ്റില. ഇതിന്റെ രണ്ടിന്റെ ഗുണം രണ്ടും രണ്ടാണ്. അപ്പൊ അത് രണ്ടും രണ്ട് കെട്ടായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കലാണ് എന്റെ ബാധ്യത. രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് വിൽക്കലല്ല. ഇതാണെന്ന് മുസ്ലിമിന് നഷ്ടപ്പെട്ട സാധനം. സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്റെ തൊട്ടടുത്തിരിക്കുന്ന ഹിന്ദു യാത്രക്കാരൻ അദ്ദേഹം ടോയ്ലറ്റിൽ പോയിട്ട് വല്ലാതെ വിഷമിച്ച് ചിരിച്ചു വരികയാണ്. ചോദിച്ചു, എന്താ സഹോദരൻ, എന്ത് സംഭവിച്ചു? ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല, വളരെ അഴുക്കായി കിടക്കുകയാണ്. ഇത് കേട്ടിട്ട് ഒന്നും അദ്ദേഹം പറയുന്നില്ല. സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി വലിയ മഹാനല്ലേ. അദ്ദേഹം നേരെ ടോയ്ലറ്റിലേക്ക് ചെന്ന് അവിടെ അഴുക്കായി കിടന്നതെല്ലാം വൃത്തിയാക്കി തിരിച്ചിവിടെ വന്നിട്ട് പറഞ്ഞു, സഹോദര, അവിടെ വേറെ ഒന്നുമില്ല, വളരെ ഭംഗിയായി കിടക്കുകയാണ്, വൃത്തിയായ ടോയ്ലറ്റാണ്, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. ഇദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ശൈലി അല്ല ഇപ്പൊ ടോയ്ലറ്റിന്. അഴുക്കുകളെല്ലാം മാറി വളരെ വൃത്തിയായി. അടുത്ത് വന്നിട്ട് നിങ്ങളാരാണ്? ഹത്താ യസ്മഅ കലാം അല്ലാഹ്. ഇന്ന് മുസ്ലിമിന് ഖുർആനിന്റെ ജീവിതം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ പരാജയം സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ല. പ്രാർത്ഥനകളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പ്രാർത്ഥന സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ശരിയായ മുസ്ലിം ആകണം.
അല്ലെങ്കിൽ നബിത്തങ്ങൾ പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാണ്. ഇങ്ങനെ പൊടി പുരണ്ട ഒരാളിങ്ങനെ പോവുകയാണ്. അയാളുടെ മുടിയും ശരീരവും വസ്ത്രവും എല്ലാം പൊടിയാണ്. തങ്ങളൊരു ഉദാഹരണപ്പെടുത്തുന്നതാ. അങ്ങനെ പോകുന്ന അയാള് യാ അല്ലാ യാ അല്ലാ, അയാളുടെ വിളി അതാണ്. എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാൻ. നബിത്തങ്ങൾ പറഞ്ഞു അയാളെ മത്അമഹു ഹറാമുൻ വ മൽബസു ഹറാമുൻ വ മശ്റബഹു ഹറാമുൻ. അയാൾ ഭക്ഷിക്കുന്നതെല്ലാം അനുവദിക്കപ്പെടാത്തതാണ്. അരിയൊക്കെ പിടിച്ചു പറിച്ചത്, അരിയൊക്കെ തട്ടിപ്പറിച്ച്, അരിയൊക്കെ കള്ളക്കണക്ക് എഴുതിയത്. അയാൾ കുടിക്കുന്നതെല്ലാം അനുവദിക്കപ്പെടാത്തതാണ്. അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും അനുവദനീയമാക്കപ്പെട്ട മാർഗത്തിലൂടെ വാങ്ങിയതല്ല. ഇയാള് സൃഷ്ടാവിലേക്ക് കൈ ഉയർത്തിയാൽ എങ്ങനെയാണ് ദുആ സ്വീകരിക്കുക? ഫലസ്തീനിയുടെ ദുആ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ബദറിലെ പോരാളികളുടെ ശൈലിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ ബദറിലെ പോരാളികളുടെ നേതാവ് ദുആ ചെയ്തു, നാഥാ നീ രക്ഷപ്പെടുത്തണേ. സർവ്വസന്നാഹത്തോടെ വന്ന 1500ഓളം വരുന്ന സംഘത്തിന് 313 പരാജയപ്പെടുത്തിയത് ഖുർആൻ പഠിപ്പിക്കുന്നു. ലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ. ആ 313 കൂട്ടത്തിലേക്ക് പട്ടാളക്കാരുടെ ശൈലിയിൽ മാലാഖമാരെ ഇറക്കിയതായ സൃഷ്ടാവ്. ഇത് മുസ്ലിമിന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകനും സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 6 സൗറിന്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ കശാപ്പ് ചെയ്യാൻ വരുന്നവർ തൊട്ടു മുമ്പിൽ വരെ എത്തി. പക്ഷേ തൊട്ട് ചേർന്നിരിക്കുന്ന നിസാരം 4-5 അടി അകലത്തിൽ അവിടെ ഇരിക്കുന്ന നബിത്തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും അല്ലാഹു തആല ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഇസ്രായേലികൾക്ക് സംഭവിച്ചിരിക്കുന്നു അത് തന്നെയാണ്. അവരുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. സൃഷ്ടാവായ തമ്പുരാന്റെ ഭാഗത്തുനിന്നും അവരെ ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. സൃഷ്ടാവായ തമ്പുരാന്റെ ഭാഗത്തുനിന്നും മാലാഖമാരുടെ ഒരു വലിയ സംഘം അവർക്ക് സംരക്ഷണം കൊടുക്കുന്നവരുടെ പിന്തുണ കൊടുക്കുന്നു എന്നതാണ് മിനിഞ്ഞാന്നൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടത്. 24 മണിക്കൂറിനിടയിൽ 24 യഹൂദ പട്ടാളത്തിനെ കൊന്നുകളഞ്ഞു. പട്ടാളത്തിനെ അവർ കൊല്ലുന്നു. അതാണ് ശരിയായ യുദ്ധം. അതല്ലേ ശരി? അപ്പൊ അതുകൊണ്ട് ജനങ്ങള് ഇവിടെ 2 പരിപാടി നടക്കുന്നു. ഒന്ന്, ഐക്യദാർഢ്യം. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിനെ സ്നേഹിക്കുന്ന, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനെ സ്നേഹിക്കുന്ന, ഭരണഘടനയെ അംഗീകരിക്കുന്ന, നാളെ റിപ്പബ്ലിക്കാണ്, 26 ഭരണഘടനയെ അംഗീകരിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരും ആവശ്യപ്പെടേണ്ട ഒരു പോയിന്റാണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുക എന്നുള്ളത്. വലിയ അപകടത്തിലേക്ക് പോകുന്നു. ചിലെല്ലാം ധരിക്കുന്നുണ്ട് ഇത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ. യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കല്ല, ഒരു സവർണ മേധാവിത്വത്തിലേക്ക്. അതായിരുന്നു മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിലേക്ക് രാജ്യം പോകുന്ന ഒരു അപകടകരമാകുന്ന സൂചനകളാണ് കാണുന്നതെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യം എടുത്തിരിക്കുന്ന ഈ നയത്തിന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ എതിരാണ് എന്ന് ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അതാ നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഒരു ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ സൃഷ്ടാവിനോട് കൈയുയർത്താൻ, സത്യം, സമാധാനം, ശാന്തി ലോകത്ത് നിലനിർത്തി തരണേ തമ്പുരാനെ എന്ന് ആ ബദറിൽ പങ്കെടുത്തവർ പ്രാർത്ഥിച്ചതുപോലെ, ഖന്തക്കിൽ പങ്കെടുത്തവർ പ്രാർത്ഥിച്ചതുപോലെ അവർക്കെല്ലാം ബാഹ്യമായി കാണാത്ത അവ്യക്തമാകുന്ന സഹായങ്ങളെ കൊണ്ട് സൃഷ്ടാവ് സഹായിച്ച് വിജയിപ്പിച്ചതുപോലെ ഇന്ന് ഫലസ്തീനി ഒരു നിലയ്ക്കും 15 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. 15 മിനിറ്റ് കൊണ്ട് ഇത് പൊടിയാക്കിയേക്കാം. കാരണം നാഗാസാക്കിയിൽ ഉപയോഗിച്ച അണുബാധയേക്കാൾ കൂടുതലുള്ള അണുനാശിനിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കിയുണ്ടാവോ? പക്ഷേ ഇന്നും ലക്ഷങ്ങൾ മരിച്ചു വീണുവെങ്കിൽ ഇന്നും അവിടെ മനുഷ്യൻ നിലനിൽക്കുന്നു. തട്ടിക്കൊണ്ടുപോയവർ ഇന്നും അകത്ത് തന്നെ അവരുടെ സംരക്ഷണത്തിൽ താമസിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ആ നിലയ്ക്ക് തമ്പുരാൻ വിജയിപ്പിച്ച് നമ്മുടെ എല്ലാം മുൻഗാമികൾ നേടിയെടുത്ത ഈ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തോടെ മരിക്കുന്നവരെ ജീവിക്കുവാൻ ഈ ധിക്കാരപരമാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു മതത്തിനു വേണ്ടി നിലനിൽക്കുന്ന ശൈലിയിൽ നിന്നൊക്കെ ഭരണാധികാരികളെ തമ്പുരാൻ തിരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ തൃക്കാക്കര കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി രാജ്യരക്ഷയുടെ, രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമായി സർവശക്തനായ തമ്പുരാൻ അംഗീകരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.